സ്വാഗതം ശർമാജി. നമസ്തേ. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. വിദ്യാ മനോജാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകന് വേണ്ടിയിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകൻ +2 പഠിക്കുന്നു, കൂടെ എൻട്രൻസ് കോച്ചിങ്ങിനും പോകുന്നുണ്ട്. MBBS ആണ് ലക്ഷ്യം. എൻട്രൻസ് കിട്ടുമോ, ഡോക്ടർ ആകുമോ, നല്ല ഭാവി ഉണ്ടാകുമോ എന്നൊക്കെയാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. വളരെ അപൂർവമായി കിട്ടുന്ന ഒരു യോഗമാണ്. ഇതിനെ മരുദ്യോഗം എന്ന് പറയും. ആ യോഗം വളരെ കുറവ് ആളുകളിലാണ്. പക്ഷേ MBBSഉം FARCSഉം ഒക്കെ എടുക്കുന്നവരുണ്ട്. ആ വകുപ്പിൽ തന്നെ അല്ലെങ്കിൽ ചികിത്സകൻ എന്നുള്ള നിലയിലും ആ ചികിത്സാ രീതികളിൽ തന്നെ ഒത്തിരി വ്യതിയാനങ്ങൾ കാണും. ജാതക നിലയിലെ ഭാഗ്യകാരകനും വിവാഹദാമ്പത്യകാരകനും ധനകാരകനും സൗന്ദര്യകാരകനും ഒക്കെ ശുക്രനാണ്. ആ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴഗ്രഹം, അത് വലിയൊരു ഭാഗ്യമാണ്. ശുക്രൻ്റെ 9ൽ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന രാശിയുടെ 5ാം ഭാവത്തിൽ മനകാരകനായ ചന്ദ്രൻ, അതും പ്രത്യേകിച്ച് വെളുത്ത വാവ്, ഫുൾ മൂൺ, പ്രസന്നവദനയായി നിൽക്കുന്ന ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ കേന്ദ്രഭാവമായ 4, 7, 10 ഈ രാശികളിൽ പെട്ട് സൂര്യഭഗവാൻ നിൽക്കുന്നു. പ്രാണപിതൃകാരകൻ വളരെ അപൂർവമായി നിൽക്കുന്ന. ഏത് ഫീൽഡിൽ ഈ യോഗം നിൽക്കുന്നെങ്കിലും അത് മരുദ്യോഗമാണ്. എൻജിനീയറായാലും ഡോക്ടറായാലും ഭരണാധിപന്മാരായാലും രാഷ്ട്രീയക്കാരായിരുന്നാലും കലാകാരന്മാരായിരുന്നാലും മറ്റേതെങ്കിലും കൂലിപ്പണിക്കാരായിരുന്നാലും പാചകക്കാരായിരുന്നാലും ഏത് മേഖലകളിൽ നിന്നാലും ഈ യോഗമുണ്ടെങ്കിൽ അവ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിത്തീരും. നല്ല ചികിത്സകൻ, മർത്യദർശന മാത്രയിൽ വാക്സുത നരചിത്തം ഹരിച്ചിടും. നല്ല ചികിത്സ, നല്ല ഡോക്ടർ, MBBSനാണ് പഠിക്കുന്നത്, ആകും. അതേക്കാൾ ഉപരി ഇങ്ങനെയുള്ളവരൊന്ന് കൈവച്ചാൽ ആ രോഗിക്ക് വളരെ ആശ്വാസമായിരിക്കും. ഏറ്റവും സീരിയസ് ആയിട്ട് നിൽക്കുന്ന രോഗിയാണിത് ചെന്നാലും ഒന്നും സാരമില്ല, അനിയ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച 3-4 പേഷ്യൻ്റ് വന്നാണ്, ഓരോ 10-15 ഇഞ്ചക്ഷൻ എടുക്കും, കുറച്ച് ഗുളികയും, അവരൊക്കെ രക്ഷപ്പെട്ടു പോയി, ഡിസ്ചാർജായി. ഇതൊന്നും വലിയൊരു ഗൗരവമൊന്നുമല്ല. ഡോണ്ട് വറി, നേഴ്സ് 2-3 ഇഞ്ചക്ഷൻ കൊടുത്തേരെ, ഇന്ന ടൈമിൽ ഇന്ന മരുന്ന്, ഇന്ന ഗുളിക, ഓക്കെ ഞാനൊന്ന് പരിശോധിക്കട്ടെ, ശ്വാസം ഒന്ന് വിട്ടേ, ശ്വാസം വിട്ടു, ശ്വാസം നീട്ടി വിട്ടേ, കണ്ണിൻ്റെ അവിടെ നോക്കി, പ്രഷറൊന്ന് നോക്കി, ഒന്ന് എക്കോ ഒന്ന് എടുത്തേക്കണം, ഒന്നുമില്ല, നാളത്തേക്കെല്ലാം മാറും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ രോഗി രക്ഷപ്പെട്ടു. അതാണ് മരുദ്യോഗം. അത് ഒരു MBBSകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവരതങ്ങ് വിശ്വസിക്കുകയും അവരതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുകയും അതിനുള്ള മരുന്നും കൊടുത്തിരിക്കുക. പക്ഷേ രോഗി തീർന്നിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു മനപരിവർത്തനത്താൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് രോഗി അങ്ങ് രക്ഷപ്പെടുക. രോഗി എഴുന്നേറ്റ് അങ്ങ് പോവുക അടുത്ത ബെഡിലേക്ക്. വൈകുന്നേരത്തേക്ക് വന്നപ്പോഴത്തേനും ഹാപ്പിയായി, മരുന്നൊക്കെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ മനസ്സുകൊണ്ട് ഒരു ക്രിയേഷൻസ് നടക്കുന്നുണ്ട്. സന്തോഷം കൊണ്ടും അതുപോലെ തന്നെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ആരോഗ്യശാസ്ത്രപ്രകാരം. അത് ദുഃഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ആ രാസപ്രവർത്തനം പറ്റും. അപ്പോൾ ഈ ഒരു തലോടലും പരിശോധനയും ആ പൊസിഷനിൽ നിന്നും കൊണ്ട് നല്ലൊരു വിഷമിച്ചിരിക്കുമ്പോൾ നല്ലൊരു പാട്ട് കേൾക്കുക, നല്ലൊരു അഭിനയം, നല്ലൊരു നൃത്തം, കുറേ നേരത്തേക്ക് അവർ ആ വിഷമങ്ങളെല്ലാം മറന്നു പോകും. എന്ന് പറയുന്ന പോലെ ചിലരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ദൈവം അറിഞ്ഞു കൊടുക്കുന്ന യോഗനിലകളിൽ പെട്ടവയിൽ അഗ്രഗണ്യനാണ് മരുദ്യോഗം. ഒരു കൂലിപ്പണിക്കാരനാണ്, അവൻ നിന്ന് കളയ്ക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു, നല്ല സ്മാർട്ടായിട്ട് 4 മണിയായാലും വീട്ടിൽ പോകുന്നില്ല, ചപ്പും ചവറും എല്ലാം പിറക്കുന്നു, വളമൊക്കെ ഇടുന്നു, വിളിക്കാതെ തന്നെ ഞാനിന്നലെ വളം ചെയ്തതാണ്, ഇന്നൂടെ ഒന്ന് നോക്കട്ടെ, ഇന്നലെ മഴ പെയ്തല്ലോ തിരുവനന്തപുരം ഭാഗത്തൊക്കെ, ഇന്ന് എങ്ങനെയുണ്ട്, ഒന്നുകൂടി ഒന്ന് ഇടകൊത്തിയിടാം, വിളിക്കാതെ തന്നെ വന്നാൽ ചെയ്യുമ്പം
അതിൻ്റെ ഉടമസ്ഥൻ ആലോചിക്കുകയാണ് ഇവൻ എത്ര ആത്മാർത്ഥതയുള്ളവൻ, അവന് കുറച്ചുകൂടെ കൂലി കൊടുത്തേക്കാം, കണ്ണിലുണ്ണിയാകുക. അപ്പോൾ അവിടെ മുതൽ ഒരു ഭരണകർത്താവ് വരെ, രാജയോഗമുള്ളവർക്ക് വരെ, അവർ വിഷമസന്ധിയിലെ ഒരു വലിയ അപകടം നടക്കുന്നിടത്ത്, അല്ലെ ഒരു ദാരിദ്ര്യമുള്ളിടത്ത്, രോഗങ്ങൾ നടക്കുന്നിടത്ത് ഭരണാധിപൻ നേരിട്ട് വന്ന് പരിശോധിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് എടാ നമ്മുടെ നേതാവ്, നമ്മുടെ മന്ത്രി പാവം വിശന്ന് വന്ന് ഉണ്ണാതെ കൊടുക്കാൻ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്, നല്ല മനുഷ്യൻ. അതും മരുദ്യോഗമുള്ളവർക്ക് രാജയോഗവും കൂടെ ചേർത്ത് പ്ലസ് സാഫയുടെ വരും. ഒരു കച്ചവടക്കാർ നല്ല രീതിയിൽ അതിനെപ്പറ്റി അതിൻ്റെ വില, വാങ്ങിയ വില, വിൽക്കുന്ന വില, സൂക്ഷിക്കേണ്ട വില, അത് ഭംഗിയായിട്ട് കച്ചവടം നടത്തുന്നു, തന്മയത്വമായിട്ട് പെരുമാറുന്നു. ശകലം വല്ലോ പണം കുറഞ്ഞ സാരമില്ല, പിന്നെ തിന്നാൽ മതി എന്നൊക്കെ പറയുക. അങ്ങനെയുള്ളവരുടെ നയന ശ്രവണ ഘ്രാണ സ്പർശം, ആ നോട്ടത്തിൽ ഒരു സംതൃപ്തി, അവരുടെ ടച്ചിങ്ങിൽ ഒരു സംതൃപ്തി, തലോടലിൽ ഒരു സംതൃപ്തി, അവരുടെ പെരുമാറ്റത്തിൽ സംതൃപ്തി, അവരേത് ഫീൽഡിലും അവരറിയാതെ തന്നെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി തീരും. അങ്ങനെയുള്ളവർ കാലം ചെയ്ത് മരിച്ചു പോയാൽ പോലും എന്നും ജനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നയാളിൻ്റെ കാലം, ഇന്നയാളിൻ്റെ ചികിത്സ, ഇന്നയാളിൻ്റെ പുണ്യം, എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആത്മാവ് സംരക്ഷിതമായിക്കൊണ്ടിരിക്കും. അത്തരം ഒരു യോഗമുണ്ട്. ഈ ചോദിച്ച ചോദ്യത്തിന് ഇത്തരം വെറും ഒരു MBBS മാത്രമല്ല, നല്ലൊരു ചികിത്സകൻ, പ്രാസംഗികൻ, ധനവാൻ, ദൈവാനുഗ്രഹമുള്ളവൻ, കൈപുണ്യമുള്ളവൻ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ജനസംസാരങ്ങൾ ഭാവിയിൽ ഉണ്ടാവും. ആ അമ്മയ്ക്ക് നല്ല ഒരു മകനെ കിട്ടി, അല്ലെങ്കിൽ അച്ഛന് നല്ലൊരു മകനെ കിട്ടി, അല്ലെ ജനങ്ങൾക്ക് എങ്ങനെ ഡോക്ടറെ കിട്ടി, അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ എങ്ങനെ ഡോക്ടറുടെ സേവനം കിട്ടി, ഇതൊക്കെ വലിയൊരു ഭാഗ്യകരമായി മാറുന്ന യോഗമാണ് മരുദ്യോഗം. അധികസ്യ അധികംബര ഒക്കെ ആണെങ്കിലും നമ്മൾ കർക്കിടക മാസക്കാലത്ത് കുഴമ്പും തൈലമൊക്കെ ഇട്ട് തിരുമുകയും പൊടിയരിക്കഞ്ഞിയും അതുപോലെ തന്നെ ഔഷധക്കഞ്ഞിയും ഒക്കെ കഴിച്ച് ആരോഗ്യം, കസർത്ത്, കളരി, വ്യായാമം ഒക്കെ ചെയ്യുന്നത് പോലെ നവഗ്രഹ പൂജകളും നവഗ്രഹ ഹോമങ്ങളും ഒക്കെ ചെയ്ത് ഒന്നുകൂടെ ഈ കിട്ടിയ ജന്മം പരിപോഷിപ്പിക്കാനായി കിടക്കാൻ നേരത്തുള്ള പാല് കുടിക്കുന്ന പോലെ എല്ലാ വിറ്റാമിനും ഉണ്ട്, എങ്കിലും ഒന്നുകൂടെ ഗുണകരമായിട്ട് വരുന്ന പോലെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം, നല്ലതാണ്.